സംസ്ഥാനത്ത് രാവും പകലും ഒരുപോലെ പവർ കട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായ ഒരു മറുപടി ഇക്കാര്യത്തിൽ നൽകാൻ കഴിയുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞ LDFന്റെ 10 വർഷക്കാലം സംസ്ഥാനത്ത് പവർ കട്ടില്ലാതെ പൂർണ്ണമായും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നു. വ്യവസായ മേഖലയിലാണെങ്കിലും ഗാർഹിക മേഖലയിലാണെങ്കിലും ഒരു തരത്തിലുമുള്ള പവർ കട്ട് ഏർപ്പെടുത്താതെ മുന്നോട്ട് പോകാനുള്ള പവർ മാനേജ്മെന്റ് വൈദഗ്ധ്യം LDF സർക്കാരിനുണ്ടായിരുന്നു. പക്ഷേ UDF സർക്കാർ വന്ന് 2 മാസമാകുമ്പോഴേക്കും പകലും രാത്രിയും ഒരുപോലെ പവർ കട്ടിലേക്ക് നീങ്ങുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ കുറച്ചെങ്കിലും മഴക്കാലമാണ്. ഈ മഴക്കാലത്ത് ഇതാണ് സാഹചര്യമെങ്കിൽ ഇനിയിപ്പോൾ വേനൽ വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് നാട്ടിലെ ജനങ്ങൾ തന്നെ ആലോചിക്കേണ്ടതാണ്. എന്തായാലും UDFന് അധികാരം ജനങ്ങൾ കൊടുത്ത സാഹചര്യത്തിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് പ്രസക്തിയുണ്ട്. അപ്പോൾ സംസ്ഥാനത്ത് പവർ കട്ട് വേണം എന്ന് UDF തീരുമാനിച്ചിരിക്കുന്നു. സ്വാഭാവികമായും അത് അനുഭവിക്കാൻ ഈ നാട്ടിലെ ജനങ്ങളും ബാധ്യസ്ഥരാണ്. അതിപ്പോൾ ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും പവർ കട്ട് ഏർപ്പെടുത്തേണ്ടി വരും എന്ന വ്യക്തമായ സൂചന തന്നെയാണ് പറയുന്നത്. രാജ്യത്താകമാനം ഇത്തരത്തിൽ പ്രശ്നമുണ്ട് എന്നുള്ള ന്യായീകരണം പറഞ്ഞുകൊണ്ടാണ് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് കാര്യങ്ങൾ വിശദമാക്കുന്നത്. ചോദിക്കാനുള്ളത്, കഴിഞ്ഞ 2 മാസം മുമ്പ് ഇതേ സാഹചര്യം തന്നെ ഈ രാജ്യത്ത് ഉണ്ടായിരുന്നല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഏത് രീതിയിൽ LDF അതിനെ മറികടന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അത്തരത്തിലുള്ള ഒരു ഇടപെടലും നൽകാൻ അല്ലെങ്കിൽ നടത്താൻ UDF സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. നൗഫൽ ചേരുകയാണ്. നൗഫൽ, സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതാണ്ട് 1.5 മണിക്കൂർ വരെ പവർ കട്ട് പോകുന്ന അവസ്ഥ നമ്മൾ കണ്ടു. പകലും അതുപോലെ തന്നെ പവർ കട്ട് ഏർപ്പെടുത്തേണ്ടുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇതിന് ഇപ്പോൾ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും അനുഭവിക്കേണ്ടി വരുന്നത് ജനങ്ങൾ തന്നെയാണ്. നൗഫൽ. ഷമി, തീർച്ചയായും രാവിലെ നമ്മളിത് സൂചിപ്പിച്ചത് തന്നെയാണ്. അതാണ് ഇപ്പോൾ മന്ത്രി സണ്ണി ജോസഫും സമ്മതിച്ചിരിക്കുന്നത്. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം തന്നെയാണ്. അത് എത്ര ദിവസം നീളും എന്ന് പോലും വ്യക്തമായി പറയാൻ കഴിയാത്ത അത്ര രീതിയിലുള്ള പ്രതിസന്ധി എന്തായാലും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു. അതായത് 2010-15 കാലം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും ഇതേ സമാനമായ രീതിയിലുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അന്ന് പരമാവധി അരമണിക്കൂർ വരെയൊക്കെയാണ് അത് നീണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ രാത്രികളിൽ പല ഘട്ടമായി 2 മണിക്കൂർ, 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ അത് നീണ്ടു പോകുന്നുണ്ട്. മറ്റൊരു കാര്യം ചോദിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷക്കാലം ഇടതു സർക്കാർ ഭരിക്കുന്ന കാലത്തും സമാന രീതിയിലുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ മറികടക്കാനുള്ള സാങ്കേതികമായ എല്ലാ സംവിധാനങ്ങളും അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് കൃത്യമായി പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ അങ്ങനെ ഒരു പ്രതിസന്ധി നേരിട്ടിരുന്നില്ല. പക്ഷേ ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 2 മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നത് തന്നെയാണ് മന്ത്രി ഇപ്പോൾ തുറന്ന് സമ്മതിച്ച ഒരു കാര്യം കൂടിയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ് ന്യായീകരിക്കുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏപ്രിലിലൊക്കെ ഇതുപോലൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ്. അത് നമുക്കറിയാം. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് അത് ഉണ്ടായെങ്കിൽ പോലും പവർ കട്ടല്ലായിരുന്നു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം അതന്ന് ചൂണ്ടിക്കാട്ടിയിരുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അത് പറഞ്ഞ് ന്യായീകരിക്കുകയാണ്. അന്ന് ഇതിനെ എതിർത്തവർ അല്ലെങ്കിൽ അന്ന് അതിനെ പരിഹസിച്ചവരാണ് ഈ പറയുന്ന മന്ത്രി ഉൾപ്പെടെ. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു പരിപാടിയിൽ പരസ്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കറണ്ട് പോയി ഏതാനും നിമിഷങ്ങൾ മാറി നിൽക്കുന്നു. നമ്മൾ നേരിട്ട് കണ്ട ഒരു മറ്റേ കാര്യം, ആ ദൃശ്യങ്ങൾ എടുക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ, അതായത് UDF സർക്കാർ 2ാമത്തെ മെഡിക്കൽ കോളേജായി തിരുവനന്തപുരത്ത് ഉയർത്തുമെന്ന് പറഞ്ഞ ജനറൽ ആശുപത്രിയിൽ 20 മിനിറ്റോളം രോഗികൾ ഇരുട്ടിലായി ഇരുന്ന ഒരു ദൃശ്യം നമുക്കത് ദൃശ്യങ്ങളിൽ പകർത്താൻ കഴിഞ്ഞില്ല. പക്ഷേ രോഗികൾ നേരിട്ട് പങ്കുവെച്ച ഒരു ആശങ്ക കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുന്ന ഒരു സമയമാണ്. DYFI ഉൾപ്പെടെ ഇന്നലെ വലിയ പ്രതിഷേധം തൃശ്ശൂരിൽ ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു. ഇതിനിടയിൽ കറണ്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ മന്ത്രി പറയുന്നത് അതിന് യാതൊരു പരിഹാരവുമില്ല. നിലവിൽ ഇത് പരിഹരിക്കുന്നത് വരെ അല്ലെങ്കിൽ രാത്രിയിലുള്ള ഉപഭോഗങ്ങൾ കുറയ്ക്കുക എന്നല്ലാതെ വേറൊരു വഴിയും കാണുന്നില്ല. അതിന് ക്രിയാത്മകമായി എന്ത് ചെയ്യാൻ കഴിയും എന്നതുപോലും അദ്ദേഹം നിലവിൽ വ്യക്തമാക്കിയിട്ടില്ല. ഷമി. നൗഫൽ തുടരുകയാണ്. നൗഫൽ, നമുക്കറിയാം, കഴിഞ്ഞ LDF സർക്കാരിൻ്റെ അവസാന നാളുകളിൽ അതായത് ചൂട് അതിൻ്റെ ഏറ്റവും കൂടി നിൽക്കുന്ന സമയത്ത്, മഴ തീരെയില്ലാത്ത ആ സമയത്ത്, ആ മെയ് മാസത്ത് ഇതേപോലെ ഒരു അരമണിക്കൂർ പവർ കട്ട് ഏർപ്പെടുത്തിയപ്പോൾ എന്തോരം വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട്
പ്രതിപക്ഷം അടക്കം ഉയർത്തിക്കൊണ്ടുവന്നത്. സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്, എന്തുകൊണ്ട് നേരത്തെ പിന്നെ ഇത് കണ്ടില്ല, മുൻകൂട്ടി കണ്ടില്ല എന്നുള്ള നിരവധി ചോദ്യങ്ങളായിരുന്നു. പക്ഷേ യഥാർത്ഥ വിഷയം നമുക്കറിയാം. ഇറാൻ അമേരിക്ക യുദ്ധം വന്നു, പശ്ചിമേഷ്യ ആകെ പ്രശ്നമായി. ആ രീതിയിൽ എണ്ണ ടാങ്കറുകൾക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ, അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് നിന്ന ഒരു സമയത്താണ് അത്തരത്തിലൊരു പവർ കട്ടിൻ്റെ ഒരു അരമണിക്കൂർ പവർ കട്ടിൻ്റെ തലം വന്നത്. പക്ഷേ ഇതിപ്പോൾ 2 മാസം കഴിഞ്ഞ് UDF അധികാരത്തിലെത്തുമ്പോൾ ഈ അരമണിക്കൂർ എന്നുള്ളതല്ല, പിന്നീട് അത് വർദ്ധിച്ച് 1 മണിക്കൂറും 2 മണിക്കൂറും വരെ പവർ കട്ടിൻ്റെ അവസ്ഥയിലേക്ക് എത്തുകയാണ്. അത് മാത്രവുമല്ല, ഇത് എപ്പോൾ കറണ്ട് പോകുമെന്ന് മുൻകൂട്ടി അറിയിക്കുന്ന പോലും ഇല്ല. മുൻകൂട്ടി അറിയിക്കാതെ 7 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് പോകും എന്ന് പറയുന്നു. 2-3 വട്ടം കറണ്ട് പോകുന്നു. പകലും സമാനമായ രീതിയിൽ കറണ്ട് പോകുന്നു. നൗഫൽ. ഷമ്മി, അത് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ മന്ത്രി അത് സൂചിപ്പിച്ചായിരുന്നു. അതായത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ പരിഹസിച്ചവരാണ്, അതായത് ഈ പറയുന്ന പുതിയ തലമുറയിലുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഒരു 10-15 വയസ്സായവർക്കും ഈ പവർ കട്ടിനെ കുറിച്ച് എന്താണെന്ന് പോലും അറിയില്ല. ആ രീതിയിൽ കഴിഞ്ഞ 10 വർഷക്കാലം മുമ്പോട്ട് പോയിരുന്നു. ആ അവസാന സമയത്ത് ഈ ഷമ്മി പറഞ്ഞതുപോലെ തന്നെ പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യവുമൊക്കെ നിലനിൽക്കുന്ന ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ ഒരു ചെറിയ പ്രതിസന്ധി വന്നപ്പോൾ അതിനെ രാഷ്ട്രീയമായി മുതലാക്കാൻ ശ്രമിച്ചവരാണ്, ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയവരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അവർ അതിനെ പറഞ്ഞായി ആ ന്യായങ്ങൾ പറഞ്ഞാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത്. മറ്റൊന്ന് ഷമ്മി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അന്നൊക്കെ കൃത്യമായ ഒരു നിർദ്ദേശം വരുമായിരുന്നു, രാത്രി ഇത്ര സമയം